നമസ്കാരം സ്വാമിജി. എൻ്റെ പേര് RV രഘുനാഥ്. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അങ്ങ് സാമ്പത്തിക ഭദ്രതയുള്ളൊരു സമൂഹം, ഹൈന്ദവ സമാജത്തിനെക്കുറിച്ച് പറഞ്ഞു. ഇതോടൊപ്പം തന്നെ നാം നേരിടുന്നൊരു സാമൂഹ്യ പ്രശ്നം, കേരളത്തിലെ ഹിന്ദു സമാജത്തിലെ അവിവാഹിതരായിട്ടുള്ള കുട്ടികൾ, യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇപ്പം ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടനയിൽ തന്നെ, എൻ്റെ ഗ്രാമത്തിൽ തന്നെ 10-15 പേര് അവിവാഹിതരായിട്ട് തുടരുന്നു. അതിൽ ഈ ജാതകത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആ ജാതകത്തിന് അമിതമായിട്ട് അവരെ സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാമത്, നമ്മുടെ പെൺകുട്ടികളും വിവാഹം വേണ്ട എന്ന രീതിയിൽ മാറി ചിന്തിച്ചു കൊടുക്കുന്നു. ലിവിങ് ടുഗദർ എന്ന കാഴ്ചപ്പാട് നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു. ഈ സാമൂഹ്യ പ്രശ്നത്തെ അങ്ങ് ഈ മാർഗദർശന മണ്ഡലം എന്ത് പ്രായോഗിക പരിഹാരമാണ് നിർദ്ദേശിക്കാനുള്ളത്? ആദ്യം പറഞ്ഞതിൽ ജാതകത്തിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. ഒരു ഗുരുനാഥൻ്റെ അരികെ ജ്യോതിഷം ശാസ്ത്രീയമായി പഠിച്ച് ഗുരുനാഥൻ്റെ കൂടെ വസിച്ച് അതിൻ്റെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി ജ്യോതിഷം പഠിച്ച ഒരാചാര്യൻ്റെ അടുത്ത് നിങ്ങൾ പോയോ, അയാൾ നിങ്ങളെ വഴിതെറ്റിക്കില്ല, ഉറപ്പ്. എന്നാൽ മുക്കിന് കഷ്ണവും മുറിയും വക്കും മൂലയും പഠിച്ചിട്ടുള്ള ആൾക്കാർ ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്, ആസ്ട്രോളജർ, ജ്യോത്സ്യർ എന്നും പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവരെ കൂടെ പോയി പെട്ടുകഴിഞ്ഞാൽ ഞായർ ദോഷം, തിങ്കൾ ദോഷം, ചൊവ്വാ ദോഷം, ബുധൻ ദോഷം, വ്യാഴം ദോഷം, വെള്ളി ദോഷം, ശനി ദോഷം, ശുദ്ധജാതകം, അശുദ്ധജാതകം, ഈ ജാതി വിഡ്ഢിത്തങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ മക്കളുടെ കല്യാണം നടക്കാണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോവാതിരിക്കുക, അതാണ് ആദ്യം പറയാനുള്ളത്. അല്ല, ജ്യോതിഷത്തിന് അനുസരിച്ച് പോണോ, വളരെ ചുരുക്കം, ആയിരക്കണക്കിൽ ഒരാളെന്ന തോതിൽ പ്രഗത്ഭന്മാരായ ജ്യോതിഷികളുണ്ട്. അങ്ങനെയുള്ളവരടുത്ത് പോയാൽ അവർ വഴിതെറ്റിക്കില്ല, ഉറപ്പാണ്. ഇന്ന ദോഷമുണ്ട്, അതിന് ഇന്ന പരിഹാരമുണ്ട് എന്ന് അവർ പറഞ്ഞു തരും. പിന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാലും വരുന്ന ഒരു ചോദ്യമാണ്, സ്വാമി കല്യാണം നടക്കണില്ല. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ 420 പെണ്ണ് കാണാൻ പോയി സ്വാമി. ഞാൻ പറഞ്ഞു, നാളെ 421 പോ, നിൻ്റെ തൊഴിൽ ഇതാവട്ടെ, ചായ കുടി, ഫ്രീ ചായ കുടി. ഇവിടെ പറയാനുള്ളത്, അടിസ്ഥാനപരമായിട്ട് നല്ല പോലെ പണം സമ്പാദിക്കുക. 2, നല്ല വ്യായാമം ചെയ്ത് ആരോഗ്യമുള്ള ദേഹം ഉണ്ടാവുക. 3, നല്ല ഉപാസന ചെയ്ത് ആന്തരിക ബലം ഉണ്ടാവുക. പെണ്ണ് കിട്ടിയില്ല എന്നല്ല പറയുക, പെണ്ണ് പിന്നാലെ വരും. ഇതൊന്നുമില്ല, ഒന്നിനും കൊള്ളൂല. കാരണം ഒരു ദിവസം പണിക്ക് പോയാൽ പിന്നെ കിട്ടുന്ന പൈസ കൊണ്ട് 9 ദിവസം മൊബൈൽ ചാർജ് ചെയ്തു, വെള്ളവുമായി, പിന്നെ പുകയായി, ഡ്രഗ്സുമായി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരു ദിവസം പണിയെടുത്താൽ കിട്ടുന്ന കൂലി മതി 10 ദിവസത്തേക്ക്. പണിക്ക് പോവില്ല. വിദ്യാഭ്യാസപരമായിട്ടോ അതും മുന്നോട്ടില്ല. ഉപാസനയോ അതും ഇല്ല. എന്നാൽ വല്ല ജിമ്മിലൊക്കെ പോയിട്ട് ശരീരം നന്നാക്കുമോ അതും ഇല്ല. പിന്നെ എങ്ങനെയാണ് പെണ്ണിനെ കിട്ടുക? കേരളത്തെ സംബന്ധിച്ച് 1000 പുരുഷന് 1080 സ്ത്രീയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആൺകുട്ടിയൊക്കെ കിട്ടില്ല എന്ന് പറയണത്? എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞു തരാം. ഇപ്പോൾ ഇന്ന് എറണാകുളം കരയോഗത്തിലാണല്ലോ നമ്മൾ ഇരിക്കണത്, ഈ ഹാളിൽ. ഇവിടെ പ്രായണ എല്ലാ വർഷവും നമ്മൾ പ്രഭാഷണത്തിന് വരാറുണ്ട്. 2013 ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇന്നുള്ള പോലെ ഓർമ്മയുണ്ട്, ഇവിടെ 54 ദിവസത്തെ ഉപനിഷത്ത് വിചാരയജ്ഞം ഉണ്ടായിരുന്നു. ഈ ഹാളിലല്ല, താഴെ വലിയൊരു ഹാളിലാണ്. 54 ദിവസം. അന്ന് ഇവിടെ തന്നെയായിരുന്നു താമസം, 54 ദിവസം. ആ താമസിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം ഒരു 10-26 വയസ്സുള്ള ഒരു പെൺകുട്ടി വന്നു റൂമിൽ. സ്വാമിയോട് കുറച്ച് രഹസ്യമായി സംസാരിക്കാൻ വന്നതാ. ശരി, റൂമിൽ വേറെ ആരോ ഉണ്ടായിരുന്നു കൂടെ. അത് ഞാൻ പുറത്തേക്ക് പോകാൻ പറഞ്ഞു. എന്നാൽ പറഞ്ഞോളൂ. അപ്പോൾ അവൾ പറഞ്ഞു, സ്വാമി 26 വയസ്സായി, ഒരുപാട് കല്യാണാലോചനകൾ വന്നു, ഒന്നും നടന്നില്ല, ഒന്നും നടക്കണില്ല. അപ്പോൾ എന്നോട് ചിലർ പറഞ്ഞു തന്നു, 21 ആഴ്ചകളിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം, അതായത് ചൊവ്വാഴ്ച, കലൂരുള്ള ചൊവ്വാഴ്ച പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 6 എണ്ണം ചെയ്തു. ഇന്ന് 7ാമത് പോകേണ്ട ദിവസമാണ്.
ഞാൻ പോണ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരീനെ കണ്ടു. അവൾ പറഞ്ഞു ഇങ്ങനെ TDM ഹാളിൽ ചിദാനന്ദപുരി സ്വാമി ഉണ്ടൊന്ന് പോയി കണ്ടേക്കിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു മോളെ ഇനിയും വേണ്ടേ നിനക്ക് 14 ആഴ്ച പോവുക? അതെ, നീ ഒരൊറ്റ പ്രാവശ്യം തിരുമാന്താംകുന്നിൽ പോകാൻ തയ്യാറുണ്ടോ? ഒറ്റ പ്രാവശ്യം അവിടെ പോയിട്ട് ഒരു സ്വയംവര പുഷ്പാഞ്ജലി കഴിക്കൂ. എന്നിട്ട് അടുത്ത മാസവും പിറ്റത്തെ മാസവും നിങ്ങൾ ആരെങ്കിലും തിരുമാന്താംകുന്നിൻ്റെ ഏജൻ്റാണ് ചിദാനന്ദപുരി സ്വാമി എന്ന് വിചാരിക്കേണ്ട. ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് നടത്തുന്ന ആ സ്ഥാപനത്തിന് പൈസ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹവും എനിക്കില്ല. പക്ഷേ വിശ്വാസം ആ കുട്ടിയിൽ ഉറപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത് എനിക്ക് പറയാൻ അധികാരമേ ഇല്ല. എന്താ കാരണം? എനിക്ക് അനുഭവമില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് അനുഭവം ഇല്ലാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പക്ഷെ തൽക്കാലം അതല്ലാണ്ട് എനിക്ക് അപ്പം വായിൽ വന്ന അതാണ്. അങ്ങനെ ഈ കുട്ടി ചെയ്യാന്ന് പറഞ്ഞു. സ്വാമി ഉറപ്പാണ്? ഞാൻ പറഞ്ഞു ഉറപ്പാണ്. എന്തുറപ്പ്? എനിക്ക് കല്യാണം ചെയ്യണ്ടോ? ഇതാ നിങ്ങൾ അത്ഭുതപ്പെടും. കാനഡയിൽ ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ കല്യാണം ആലോചിച്ചിട്ട് കുറച്ച് കാലമായി. അപ്പോൾ അയാളുടെ അച്ഛന് കുറച്ച് രോഗം അധികമാണ്. അച്ഛൻ്റെ ആഗ്രഹം, അച്ഛന് പെട്ടെന്ന് മകൻ്റെ കല്യാണം കഴിഞ്ഞ് കാണണം. വലിയൊരു കുടുംബം, സമ്പന്നമായ കുടുംബം. ഈ മകൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്താ പറഞ്ഞു വെച്ചാൽ അതിലപ്പുറം ഇല്ല. അപ്പം മോനെ ഇനിയും നിൻ്റെ കല്യാണം വൈകാൻ പറ്റില്ല. എനിക്ക് ഇത്ര വേരിയേഷൻ വരികയാണ് ഷുഗറിൽ, വല്ലാതെ കൂടുന്നു വല്ലാതെ കുറയണു, എപ്പോഴാണ് ഞാൻ പോകാമെന്ന് അറിയില്ല. സ്ട്രോക്ക് വന്ന ആളാണ്. മകൻ പറഞ്ഞു അച്ഛൻ തീരുമാനിച്ചോളൂ, ഞാൻ കഴിച്ചോളാം. അങ്ങനെ ഈ കുട്ടിയുടെ കല്യാണം ഒരാഴ്ചക്കുള്ളിൽ നിശ്ചയിക്കപ്പെട്ടു. ഇത് കഥ പറയാമെന്ന് വിചാരിക്കരുത്. ഞാനിവിടെ പ്രഭാഷണം തീരുന്നതിന് മുമ്പ് ആ കുട്ടി വന്നു, സ്വാമി ഒക്കെ സെറ്റായി. ഞാൻ പറഞ്ഞു എടീ നീ 2 കാര്യം മറക്കരുത്. ഒന്ന്, എനിക്കൊരു കമ്മീഷൻ തരണം. അത് തമാശയ്ക്ക് പറഞ്ഞതാണ്. 2 പൂജ ബുക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം 3 എണ്ണം ചെയ്യണം. ചെയ്യാൻ ആ കുട്ടി വാക്ക് പറഞ്ഞു. പിന്നെ ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. എന്തായാലും ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഉറപ്പ്. ഇതുപോലെ ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയണം. മറ്റവൻ പറയുന്നില്ലേ? മറ്റൊരു അനുഭവം ഉണ്ടായിട്ടാണ് പറയണത്. നമ്മൾ എന്തിനൊക്കെ പൈസ ചിലവാക്കുന്നുണ്ട്? ഒരു 100-500 ഉറുപ്പ്യ ഒരു കൊല്ലം ചിലവാക്കാൻ തയ്യാറുണ്ടോ? ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം കൊടുക്കുക. എന്താ പ്രശ്നം? മതി. സമാജത്തിൽ അത് വ്യാപിക്കും. നിങ്ങളുടെ ഹിന്ദു ദേവതകൾക്ക് എന്ത് ശക്തി എന്ന് ചോദിക്കുന്നവരുണ്ട്. ശക്തി ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക. നമുക്കറിയാം, പക്ഷെ അറിഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, സമാജത്തെ അറിയിക്കണമല്ലോ. അതുകൊണ്ട് ആ ചെറുപ്പക്കാരോട് 15 പേരോടൊന്ന് പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും ഉപാസന ചെയ്ത് ബലമാർജിക്കുക, നല്ലോണം പണിയെടുത്ത് പണം ഉണ്ടാക്കുക, കുറച്ച് നല്ല വ്യായാമമൊക്കെ ചെയ്ത് കുറച്ച് വെയിലൊക്കെ കൊണ്ട് നല്ല ആരോഗ്യം ഉണ്ടാക്കുക. ഇതൊന്നുമില്ലാണ്ട് പിന്നെ ആരാ വരിക? പിന്നെ ജാതകം ഒന്ന് തൽക്കാലം മാറ്റി വെക്കുക.